ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം. റോമാലേഖനം 1-ാം അധ്യായം അതിൻ്റെ 22 മുതലുള്ള ഭാഗങ്ങളിൽ ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. വചനം പറയുകയാണ്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. പൗലോസ് ലേഖനങ്ങളിൽ ഒരു ഭാഗത്ത് പറയുന്നുണ്ട്, തത്വജ്ഞാനവും വെറും വഞ്ചനയും കൊണ്ട് ആരും നിങ്ങളെ ചതിക്കാതിരിക്കാൻ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. എന്നുവെച്ചാൽ ഈ ലോകത്തിൻ്റെ ജ്ഞാനം പലപ്പോഴും നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റിക്കളയാൻ, ദൈവത്തെ മറന്നു കളയാനൊക്കെ പിശാച് ഉപയോഗിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പൗലോസ് പറയുന്നൊരു കാര്യമുണ്ട്, ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢരായിപ്പോയി. ഒരുപാട് ജ്ഞാനമെന്ന് പറഞ്ഞാൽ വിഡ്ഢികളാണ്, മൂഢരാണ്. ദൈവം ഇല്ല എന്ന് പറയുന്ന എത്രയോ ജ്ഞാനികളെ നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ദൈവമക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദൈവം കൊടുത്ത ജ്ഞാനം, ലോകത്തിൻ്റെ ജ്ഞാനത്തെ പോഷത്വമാക്കിയ ദൈവത്തിൻ്റെ ജ്ഞാനം കൊരിന്ത്യ ലേഖനത്തിനകത്തുള്ള ഒരു ഭാഗമാണ്. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്കുണ്ടാകണം. പക്ഷേ ഇവിടെ അവരുടെ ഹൃദയം എന്തായിപ്പോയി? അവർ മൂഢരായിപ്പോയി. തൊട്ട് മുകളിൽ പറയുന്നുണ്ട്, അവരുടെ ഹൃദയം ഇരുണ്ടുപോയി. ഇരുട്ടിനകത്ത് നിൽക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ പിന്നെ മൂഢനാണ്. അടുത്ത് പറയുന്നു, അക്ഷയനായ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർ ദൈവത്തിൻ്റെ തേജസ്സിനെ അവർക്കിഷ്ടമുള്ള ചിലതുണ്ടാക്കി അതിനെ ദൈവമാക്കി. അതുകൊണ്ട് ദൈവം പറയുകയാണ്, അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ, പ്രിയരെ ആ വാക്ക് ശ്രദ്ധിച്ചേ, ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ. അപ്പോൾ ഈ ദൈവത്തിൻ്റെ മഹത്വത്തെ വിട്ട്, ദൈവത്തിൻ്റെ തേജസ്സിനെ വിട്ട്, ദൈവത്തിൻ്റെ പരിജ്ഞാനത്തിൽ നിന്ന് ലോകത്തിൻ്റെ ജ്ഞാനത്തിലോട്ട് കയറുന്ന വ്യക്തിയെക്കുറിച്ച് പറയുകയാണ്, അവരുടെ ഹൃദയങ്ങൾക്കകത്തുള്ള മോഹം. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ. അപ്പോൾ ലോകത്തിൻ്റെ സിസ്റ്റം അകത്ത് കയറി കഴിയുമ്പോൾ അവരുടെ ഹൃദയത്തിനകത്ത് ലോകത്തിൻ്റെ മോഹം കയറുക. അതുകൊണ്ടാണ് ആ ലൗകികമായത് കയറിയപ്പോഴാണ് അവർ ഈ ദൈവത്തെ തള്ളിക്കളഞ്ഞിട്ട്, ഈ തേജസ്സിനെ തള്ളിക്കളഞ്ഞിട്ട് അവർ എന്ത് ചെയ്തു? അവർ പക്ഷി, മനുഷ്യൻ, നാൽക്കാലി, ഇഴജാതി, അവിടെ എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യനെ വരെ ഉണ്ടാക്കി ദൈവമാക്കി മാറ്റി. ഈ കാലഘട്ടത്തിൽ പ്രിയരെ നമുക്ക് കാണാൻ പറ്റുന്നത് മനുഷ്യരെ ദൈവമാക്കുന്ന, ഈ തേജസ്സിനെ മനുഷ്യന് കൊടുക്കുന്ന, ഈ മഹത്വത്തെ മനുഷ്യന് കൊടുക്കുന്ന ഒത്തിരി പേരെ നമുക്ക് കാണാൻ പറ്റും. അവരെക്കുറിച്ച് വചനം പറയുകയാണ്, അവരുടെ ഹൃദയത്തിലെ മോഹമാണ് അവരെ ദൈവം സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അപമാനിക്കേണ്ടതിന് അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ഈ സന്ദേശം കേൾക്കുമ്പോൾ പ്രിയരെ, ലോകത്തിൻ്റെ ജ്ഞാനത്തിനകത്ത് കയറിയിട്ട് മനുഷ്യ ദൈവങ്ങളുടെ പുറകെയും മറ്റ് ദൈവങ്ങളുടെ പുറകെയൊക്കെ പോയിട്ട് ദൈവം ഏൽപ്പിക്കുന്ന അപമാനങ്ങളിലേക്ക് പ്രവേശിക്കാതിരിപ്പാൻ ഇവിടെ പറയുന്നു, ദൈവമാണ് ഏൽപ്പിച്ചത്. പ്രിയരെ, വചനം പറയുന്നുണ്ട്, സകലതും അവൻ മുഖാന്തരം ഉളവായി, അവനെ കൂടാതെ ഒന്നും ഉളവായിട്ടില്ല. പ്രത്യേകിച്ച് റോമാലേഖനം ഈ ഭാഗം പറയുന്നു, ദൈവം അശുദ്ധിയിൽ ഏൽപ്പിച്ചു. ദൈവമാണ് അശുദ്ധിയിൽ ഏൽപ്പിച്ചത്. ഈ സന്ദേശം കേൾക്കുമ്പോൾ ജീവിതത്തിനകത്ത് ദൈവത്തിന് മഹത്വം കൊടുത്ത് ആ തേജസ്സിനെ മുറുകെ പിടിച്ച് വിശ്വസ്തയോടെ സഞ്ചരിപ്പാൻ, ഈ ലോകത്തിൻ്റെ മോഹങ്ങളെല്ലാം കുടഞ്ഞു കളഞ്ഞ് ആത്മാവിൽ സഞ്ചരിപ്പാൻ, അശുദ്ധിക്കകത്ത് അകപ്പെടാതെ ക്രൂശിൻ്റെ ചുവട്ടിൽ മറഞ്ഞിരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ. വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. ദൈവം വിശ്വസ്തൻ. ഗോഡ് ബ്ലെസ് യു.